ഹൈ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പുതിയ സംരംഭത്തിലേക്ക് കടക്കുകയാണ്. അതായത് മോഡൽസ്, MODALS, മോഡൽസ്. മോഡൽസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ക്രിയകളാണ്, വെർബ്സ്. മോഡൽസിന് ഞാനിവിടെ തന്നിട്ടുണ്ട്. നമ്മൾ മോഡൽസ് എന്ന് പറയുന്നത് ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷാൽ, ഷുഡ്, വിൽ, വുഡ് ആൻഡ് മസ്റ്റ്. 9 ഉണ്ട്. ഇതിനെ മോഡൽസ് എന്ന് പറയുന്നത് കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഇത് ഉപയോഗിക്കുമ്പം നമ്മളുടെ ചില ആറ്റിറ്റ്യൂഡ്സ്, അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ കൂടെ നമ്മളുടെ ചില അഭിപ്രായങ്ങളും കൂടെ ചേർന്ന് വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇറ്റ് റെയിൻസ് എന്ന് പറഞ്ഞാൽ മഴ പെയ്യും. ഇറ്റ് ക്യാൻ റെയിൻ എന്ന് പറഞ്ഞാൽ ആ റെയിൻ എന്ന് പറയുന്ന ക്രിയയെ അല്പം ഒന്ന് മാറ്റുകയാണ്, മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാം. അപ്പം ഇങ്ങനെ ചെറിയ അർത്ഥവ്യത്യാസം വരിക. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ചില ആഗ്രഹങ്ങളും വികാരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ തോന്നലുകളും ഒക്കെ കൂടി ചേർത്ത് ക്രിയയുടെ അർത്ഥത്തിനോട് ചേർക്കാൻ ഈ മോഡൽസിന് സാധിക്കും. കുറച്ചുകൂടി നമുക്ക് മനസ്സിലാകും. ഞാൻ പിന്നെ ഇപ്പം മനസ്സിലായില്ലെങ്കിലും ഒന്നും പേടിക്കേണ്ട, നമ്മൾ ഓരോന്നോരോന്ന് എടുക്കും. ഈ മോഡൽസിന് പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിന് ഒരു മാറ്റം ഉണ്ടാകത്തില്ല ഇതിന്. എന്ന് ഞാൻ പറയാതെ നിങ്ങൾ മറ്റ് ക്രിയകൾ ഓർക്കുന്നുണ്ടല്ലോ. ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, അങ്ങനെയൊക്കെ ഇല്ലേ? ഇപ്പം ഐ കം, ഹീ കംസ് എന്നാണ് പറയുന്നത്, അല്ലേ? അത് അങ്ങനെ ഇതിനൊരു മാറ്റം വരികയില്ല. ഐ ക്യാൻ, ഹീ ക്യാൻ, അല്ലാതെ ഹീ ക്യാൻസ് എന്നല്ല. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ അവസാനത്തിൽ എസ് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ എസ് ചേർക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഇതിനതില്ല. എവിടെ ഉപയോഗിച്ചാലും അതിന് മാറ്റമില്ല, നോ ചേഞ്ച്. അതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ക്രിയകളുടെ കൂട്ടത്തിൽ NOT ഉണ്ടല്ലോ, അത് നേരെ ചേർന്ന് പോകും. നേരെ ചേരുകയെന്ന് പറയാം, ബാക്കിയുള്ള വെർബിൻ്റെ കൂടെ വളങ്ങി ചേരുക അർത്ഥത്തിലല്ല. നമുക്ക് ഐ ക്യാൻ, ഐ ക്യാൻ നോട്ട്, ഹീ കുഡ്, ഹീ കുഡ് നോട്ട്, നേരെയൊക്കെ ചേർക്കാം. അതിന് നമ്മൾ പറയുന്ന ഈ ക്രിയകളെ പറ്റി പറയുന്നത് അവർ നോട്ടിൻ്റെ കൂട്ടുകാരനാണ് പറയുന്നത്, ഫ്രണ്ട്സ് ഓഫ് നോട്ട്സ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞേ, ഐ കം നോട്ട് എന്ന് പറയാൻ പറ്റുമോ? പറ്റിയല്ല. ഐ ഡു നോട്ട് കം എന്നേ പറയാൻ പറ്റുമോ? ഹി കംസ് നോട്ട് എന്ന് പറയത്തില്ല. പക്ഷെ ഹി ഡസ് നോട്ട് കം എന്ന് പറയാം. പക്ഷെ ഇതിവിടെ അങ്ങനത്തെ ആവശ്യമില്ല. അതാണ് പറയുന്നത്, നേരെ നോട്ട് അങ്ങ് ചേർക്കാം. ക്രിയയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ക്രിയയെ നമുക്ക് സെൻറ്റൻസിൻ്റെ ആദ്യം ഇടുവാണെങ്കിൽ, ഈ ക്രിയകളെ സെൻറ്റൻസിൻ്റെ വാക്യങ്ങളുടെ ആദ്യ ഭാഗത്തിട്ടാൽ അത് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. യു ക്യാൻ ഗോ, ഹി ക്യാൻ ഗോ, ക്യാൻ ഹി ഗോ. ഹി ക്യാൻ ഗോ, ക്യാൻ ഹി ഗോ. ഇപ്പം ആ ക്യാൻ എടുത്ത് ആദ്യം ഇട്ട് ഡയറക്റ്റ്ലി ഇട്ട് കഴിയുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആവുകയാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല. ബാക്കിയുള്ള ക്രിയകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഡു വേണം, ഡസ് വേണം, ഡിഡ് വേണം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നുമില്ല. ഈ ഇറ്റ് ക്യാൻ റെയിൻ, ക്യാൻ ഇറ്റ് റെയിൻ, അതാണ് ക്യാൻ ഇറ്റ് റെയിൻ. പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഇതിനകത്ത്. എന്നാന്നറിയാം, ഈ നമ്മളെ മോഡൽസിന് ശേഷം ഉപയോഗിക്കുന്ന ക്രിയകളുണ്ടല്ലോ, ആ ക്രിയകൾക്കും ഒരു മാറ്റവും ഉണ്ടായില്ല. നമ്മൾ സെൻറ്റൻസ് വായിക്കുമ്പോൾ അറിയാം. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ മോഡൽസിന് ശേഷം വരുന്ന ക്രിയ ഒരു ഇൻഫിനിറ്റീവാണ്. പക്ഷേ ആ ടു ഇല്ല. ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നതാണ് ടു ചേരുമ്പോഴാണ്. ടു ഗോ എന്നുള്ളത് ഇൻഫിനിറ്റീവാണ്, ടു കം എന്നുള്ള ഇൻഫിനിറ്റീവാണ്, ടു സീ എന്നുള്ള ഇൻഫിനിറ്റീവാണ്. പക്ഷേ ടു അങ്ങ് മാറ്റുക. എന്നിട്ട് ആ ഇൻഫിനിറ്റീവ് ടു ഇല്ലാതെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. സത്യമായി ഐ ക്യാൻ ഗോ എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ടു ഗോ എന്നാണ്. പക്ഷേ മോഡലിന് ശേഷം നമ്മൾ ടു ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഐ ക്യാൻ ഗോ. മനസ്സിലാവും? അതുകൊണ്ട്
നമ്മൾ പറയുന്നൊരു വാക്കാണ് ബെയർ ഇൻഫിനിറ്റീവ്. ബെയർ, BARE, ബെയർ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റീവ് ടു ഇല്ലാത്ത. ഇപ്പോൾ വളയിട്ടൊരു കൈ, വളയില്ലാതെ ആകുമ്പോൾ ബെയർ ഹാൻഡ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ടു ഇൻഫിനിറ്റീവ് ടു ചേർന്നാണ് എപ്പോഴും ഇൻഫിനിറ്റീവ് വരുന്നത്. ടു ഗോ, ടു കം. പക്ഷെ ടു എടുത്ത് കഴിയുമ്പം അതിനെ നമ്മൾ ബെയർ ഇൻഫിനിറ്റി എന്ന് പറയും. ബെയർ ഇൻഫിനിറ്റീവിനും മാറ്റമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹീ ക്യാൻ ഗോ, അല്ലാതെ ഹീ ക്യാൻ ഗോസ് എന്നല്ല പറയുന്നത്. ഹീ ക്യാൻ ഗോ, ഹീ ക്യാൻസ് ഗോസ്, അങ്ങനെയൊന്നും ഇല്ല. അതാണ് ഞാൻ പറയുന്നത്, നോ ചേഞ്ച്, മാറ്റമില്ലെന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. നമ്മൾ ആദ്യത്തെ രണ്ടും ഒരു പേരെടുക്കാം. അത് ക്യാൻ, കുഡ്. ക്യാൻ എന്നുള്ളത് പ്രസൻറ്റ് ഫോം, കുഡ് എന്നുള്ളത് പാസ്റ്റ് ഫോം. അതിൻ്റെ അർത്ഥങ്ങൾ എന്താണ്? അർത്ഥം നമ്മൾ കാണാം. ക്യാനിൻ്റെ അർത്ഥം എന്താണ്? ഇതല്ല, എബിലിറ്റി, കഴിവ്. പിന്നെ പെർമിഷൻ, പോസിബിലിറ്റി എന്നുള്ളത് സംഭവിക്കാവുന്ന സംഗതികൾ. നമ്മുടെ കഴിവിനെ പറ്റി പറയുമ്പോൾ, സംഭവിക്കാനുള്ള സംഗതികളെ പറ്റി പറയുമ്പോൾ പോസിബിലിറ്റി. പിന്നെ പെർമിഷൻ, അനുവാദം ചോദിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങളാണ് ക്യാൻ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെയാണ്, ഈ മോഡൽസ് ശരിയായിട്ട് നിങ്ങൾ പഠിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഒരു സാമാന്യം നമുക്ക് ഇംഗ്ലീഷ് ഭാഷ സാമാന്യമായിട്ട് എവിടേക്ക് വേണമെങ്കിലും പോയി ഉപയോഗിക്കാനുള്ളൊരു കഴിവുണ്ടാകും. അതുകൊണ്ട് ഇതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. നിങ്ങൾ പഠിക്കണം തീർച്ചയായിട്ടും. എങ്കിൽ ഇവിടം കൊണ്ടൊക്കെ നമുക്ക് നിർത്തിയാൽ പോലും നമുക്ക് ഇംഗ്ലീഷ് മുന്നോട്ട് സംസാരിക്കാനും ആശയവിനിമയം ചെയ്യാനും ഒക്കെ പറ്റും. കമ്മ്യൂണിക്കേഷൻ മനസ്സിലായോ? ഇപ്പം ക്യാൻ കുഡാണ് എന്നെടുക്കുന്നത്. ക്യാനിൻ്റെ അർത്ഥം എന്താണ്? കഴിവിനെ പറ്റി പറയുക. ഐ ക്യാൻ സ്ലീപ്പ്, എനിക്ക് ഉറങ്ങാൻ കഴിയും. ഹി ക്യാൻ സിങ്, കണ്ടോ? ഹി ക്യാൻസ് അല്ല, ഹി ക്യാൻ സിങ്, അവന് പാടാൻ കഴിയും. ഷീ ക്യാൻ ഡാൻസ്, അവൾക്ക് പാടാൻ ഡാൻസ് ചെയ്യാൻ കഴിയും. ദേ ക്യാൻ ക്ലൈംബ്, മരം കയറ്റം. ദേ ക്യാൻ ക്ലൈംബ് ട്രീസ്, അവർക്ക് മരത്തെ കയറാൻ കഴിയും. നമ്മൾ പറ്റും എന്നൊക്കെ പറയല്ലേ, എന്നെ കൊണ്ടത് പറ്റും എന്നതാണ്. ദേ ക്യാൻ കൗണ്ട് ദ സ്റ്റാർസ്, അവർക്ക് നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റും. അതുകൊണ്ട് എത്ര സിമ്പിൾ സെൻറ്റൻസ് ഞാൻ ഉണ്ടാക്കുന്നത്. അതാണ് കഴിവ്. കഴിവിനെ പറ്റി പറയാം. ക്യാൻ. ഇനി ആക്സിഡൻസ് ക്യാൻ ഹാപ്പൻ എന്ന ടൈം. അതാണ് പോസിബിലിറ്റി, സംഭവ്യത, സംഭവിക്കാം. ആക്സിഡൻസ് ക്യാൻ ഹാപ്പൻ, ആക്സിഡൻസ് ഉണ്ടാകാൻ കഴിയുന്നല്ല അവിടെ. ആക്സിഡൻസ് ക്യാൻ ഹാപ്പൻ. പിന്നെ നമുക്ക് പറയാൻ പറ്റും ആക്സിഡൻസ് ക്യാൻ ഹാപ്പൻ. റെയിൻസ് ക്യാൻ കം എനി ടൈം. റെയിൻസ് ക്യാൻ കം എനി ടൈം. മഴ എപ്പോൾ വേണേലും പെയ്യാം. സ്നോസ് ക്യാൻ ഫോൾ എനി ടൈം. എപ്പം വേണേലും സ്നോ ഉണ്ടാകും, മഞ്ഞ്, സ്നോ. മനസ്സിലായില്ലേ? അപ്പം അതാണ് പോസിബിലിറ്റിയെ പറ്റി പറയുന്നത്. ട്രെയിൻസ് ക്യാൻ കം ഓൺ ടൈം. പോസിബിലിറ്റി, ട്രെയിൻസ് കൃത്യസമയത്ത് തന്നെ വരാം. ട്രെയിൻസ് ക്യാൻ കം. ടീച്ചേഴ്സ് ക്യാൻ ടേക്ക് എക്സ്ട്രാ ക്ലാസ്സസ് ഓൺ സൺഡേസ്. പോസിബിലിറ്റി, ടീച്ചേഴ്സിന് വേണമെങ്കിൽ ഞായറാഴ്ചകളിൽ എക്സ്ട്രാ ക്ലാസ് എടുക്കാം. മനസ്സിലായി? അതാണ് സംഭവിക്കാവുന്ന പോസിബിളായിട്ടുള്ള കാര്യം. ഇനി മൂന്നാമതാണ് പെർമിഷൻ, അനുവാദം ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചോദ്യമല്ലേ, അതുകൊണ്ട് ക്യാൻ ആദ്യം വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ക്യാൻ ഐ ഗോ ഹോം, എനിക്ക് വീട്ടിൽ പോകാമോ? ക്യാൻ ഐ ഈറ്റ് ദിസ്, ക്യാൻ ഐ ഈറ്റ് വൺ മോർ ആപ്പിൾ, എനിക്ക് ഒരു ആപ്പിളും കൂടി തിന്നാമോ? ക്യാൻ ഹി ടേക്ക് എ ബാത്ത്, അവനൊരു കുളിക്കാൻ സമയം, ഇപ്പം കുളിക്കാൻ പറ്റുമോ? പെർമിഷനാണ്, ക്യാൻ ഹി. പിന്നെ ക്യാൻ ദേ
ക്യാൻ ദേ മീറ്റ് us ടുഡേ? ഇന്ന് അവർക്ക് നമ്മളെ കാണാൻ പെർമിഷൻ ഉണ്ടോ? ക്യാൻ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ? എനിക്കൊരു ചോദ്യം ചോദിക്കാൻ പറ്റുമോ? അങ്ങനെ എനിക്ക് അതിന് പോസിബിലിറ്റി ഉണ്ട്. ഇതാണ് ക്യാൻ. ക്യാൻ്റെ പാസ്റ്റ് ഫോമാണ് കുഡ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ അങ്ങ് ചേർക്കാം. ഐ കനോട്ട് ടേക്ക് 50 kilograms. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് കാൺട്ട്. CAN apostrophe T. കനോട്ട് എന്ന് തന്നെയാണ് കനോട്ട്. ഐ കനോട്ട്. നമ്മളുടെ നോട്ട് നമുക്ക് നേരെ ചേർക്കാൻ പറ്റും. ദേ കനോട്ട് ജംപ് ഓവർ ദി വോൾ. അവർക്ക് ഭിത്തിക്ക് മുകളിൽ കൂടി ചാടാൻ പറ്റത്തില്ല. അപ്പം അത് നെഗറ്റീവ് ഇതാണ്. പറ്റിയല്ലാത്ത കാര്യങ്ങൾ. പറ്റുന്ന കാര്യങ്ങൾ പറയുന്നവർ തന്നെ പറ്റിയല്ലാത്ത കാര്യങ്ങളും പറയാൻ പറ്റും. മനസ്സിലായോ? ആക്സിഡൻസ് cannot happen on Mondays. തിങ്കളാഴ്ച ദിവസം ആക്സിഡൻസ് ഉണ്ടാകാൻ സാധ്യതയില്ല. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ആഴ്ചയിലെ ആദ്യത്തെ ദിവസമല്ല, അതുകൊണ്ടായിരിക്കും. അപ്പം അങ്ങനെ ക്യാൻ്റെ ഉപയോഗം മനസ്സിലായോ? ഇനി അതിൻ്റെ പാസ്റ്റ് ഫോമാണ് ഗുഡ്സ്. അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ പാസ്റ്റ് പോസിബിലിറ്റി, പാസ്റ്റ് എബിലിറ്റി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ വളരെ പൊളൈറ്റായിട്ടൊരു ചോദ്യം ചോദിക്കണം, അല്ലെങ്കിൽ പെർമിഷൻ വാങ്ങിക്കണമെങ്കിൽ കുഡാണ് എപ്പോഴും നല്ലത്. ക്യാൻ ഐ ഗോ ഹോം ഇച്ചിരി കട്ട് ചെയ്യാം. അപ്പം അതിനെ മയപ്പെടുത്തി ചെയ്യുന്നത് കുഡ് ഐ ഗോ ഹോം. അത് കുറച്ചുകൂടെ ഇത് പൊളൈറ്റാണ്. നമ്മളെപ്പോഴും പൊളൈറ്റായിട്ട് വേണമല്ലോ സംസാരിക്കാൻ. അതുകൊണ്ട് ഈ പെർമിഷൻ ചോദിക്കുമ്പോൾ ക്യാൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. വെറും കൊണ്ട് ഉപയോഗിക്കുക. ഇപ്പം പാസ്റ്റ് എബിലിറ്റി എന്ന് പറയുമ്പം കഴിഞ്ഞ കാലത്തിലിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഐ കുഡ് അറൗണ്ട് 50 miles a day ഉണ്ട്. അത് when I was young. ഇപ്പം എനിക്ക് പണ്ടൊക്കെ 50 മൈൽ ഓടാമായിരുന്നു. he could cross the English Channel. അവന് ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടക്കാമായിരുന്നു. അത് പണ്ട്, ഇപ്പോഴല്ല. ഇപ്പോൾ ഒരു 80 വയസ്സായി, 82 വയസ്സായി, ഇപ്പം പറ്റിയില്ല. അപ്പം അതാണ് പാസ്റ്റ് എബിലിറ്റിയെ പറ്റി പറയുന്നത്. ഐ കുഡ് റൈറ്റ് 10 letters yesterday. അത് പാസ്റ്റ് എബിലിറ്റി അല്ലേ, ഇന്ന് പറ്റിയല്ല. കാരണം എന്നാ, ക്ഷീണമായതുകൊണ്ട് ഇന്ന് പറ്റത്തില്ല. ഇപ്പം പാസ്റ്റ് എബിലിറ്റി. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ഭാഷ സംസാരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പൊളൈറ്റായിരിക്കണം. ഒരു വിനയം എല്ലാത്തിനോടും. അതിന് ഏറ്റവും പറ്റിയൊരു വാക്കാണിത്, കുഡ് ചേർത്ത് ചോദിക്കുക. സർ, കുഡ് ഐ ഗോ ഹോം ടുഡേ? കുഡ് ഐ ആസ്ക് വൺ മോർ ക്വസ്റ്റ്യൻ? ക്യാൻ ഐ ആസ്ക് വൺ മോർ ക്വസ്റ്റ്യൻ എന്ന് വേണം ചോദിക്കാം. പക്ഷെ ഞാൻ പറയല്ലോ, കുഡ് ഐ ആസ്ക് വൺ മോർ ക്വസ്റ്റ്യൻ? കുഡ് ഐ ഹാവ് 2 more apples? Or we can say rambutans. ചെറിയ പഴമായിക്കട്ടെ, വലുതുമല്ല. അപ്പം അങ്ങനെ പെർമിഷൻ ചോദിക്കുന്നതിന് കുഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. അത് പ്രസൻറ്റ് ഭാഷ അങ്ങനെ നോക്കണ്ട. കുഡ് എന്നുള്ളത് പ്രസൻറ്റ്, അതായത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്തിനാണല്ലോ പ്രസൻറ്റ് എന്ന് പറയുന്നത്. ആ പ്രസൻറ്റിലും നമുക്ക് കുഡ് ഉപയോഗിക്കാം. കുഡ് ക്യാൻ്റെ പാസ്റ്റ് ഫോം ആണെങ്കിൽ പോലും. അത് ഞാൻ പറഞ്ഞു, കുഡ് ഐ ബോറോ യുവർ സൈക്കിൾ? ഞാൻ എൻ്റെ സൈക്കിൾ ഒന്ന് എടുത്തോട്ടെ. കുഡ് ഐ ബോറോ യുവർ പെൻ? ഞാൻ എൻ്റെ പേന ഒന്ന് എടുത്തോട്ടെ. കുഡ് ഐ ഗെറ്റ് എ ഫ്യൂ മോർ മിനിറ്റ്സ്? കുഡ് ഐ ഗെറ്റ് എ ഫ്യൂ മോർ മിനിറ്റ്സ്? എനിക്ക് കുറച്ച് സമയം കൂടെ തരാമോ? പരീക്ഷ എഴുതുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ
ഇൻവിജിലേറ്റേഴ്സ് വന്നെല്ലാം അടച്ചു കൂട്ടിയത്. അപ്പോൾ കുഡ് ഐ ഗെറ്റ് എ ഫ്യൂ മോർ മിനിറ്റ്സ്, കുഡ് യു ഗീവ് മീ എ ഫ്യൂ മോർ മിനിറ്റ്സ്. അതാണ് കുഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം. മറ്റേത് ഞങ്ങളുടെ പാസ്റ്റ് എബിലിറ്റി, അത് പാസ്റ്റ് ഫോമാണ്. അപ്പം അങ്ങനെയാണ് ഇത്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പല കാര്യങ്ങളും മനസ്സിലായി. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 2 വാക്കുകൾ പോലും നമ്മൾ ശരിക്കും ഉപയോഗിക്കാൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇംഗ്ലീഷിൽ മറ്റൊരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നിൻ്റെ കഴിവിനെ പറ്റി പറയാം, നിൻ്റെ കഴിഞ്ഞു പോയ കഴിവിനെ പറ്റി പറയാം, സംഭവിക്കാനുള്ള സംഗതികളെ പറ്റി പറയാം, നല്ല കാര്യങ്ങൾ ചോദിക്കാം അവരോട്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറേയൊക്കെ ആയില്ലേ, ഭാഷ കൊണ്ടുള്ള ഉപയോഗത്തിൻ്റെ കുറേ അധികം ആയിക്കഴിഞ്ഞു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ് ഈ 9 മോഡൽസ് ശരിക്കും പഠിച്ചു കഴിയുമ്പം നമുക്ക് ശരിക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയിലൊരു കമാൻഡ് ഉണ്ടാകും. ഇപ്പോൾ ഈ 9 മോഡൽസ് പഠിക്കുക, അർത്ഥം പഠിക്കുക, അതിൻ്റെ പ്രസൻറ്റ് ഫോം പാസ്റ്റ് ഫോം പഠിക്കുക. അതിൻ്റെ പ്രത്യേകതകളാണ്. ഒന്നാമത് നോട്ട് നേരെ അങ്ങ് ചേർക്കാം. ഐ ക്യാൻ, ഐ കനോട്ട്, ഹി കുഡ് നോട്ട്, ഷോർട്ട് ഫോം കുഡ്ന്റ്, മറ്റേ കാൺറ്റ് ഓർ കനോട്ട്. അതൊന്ന്. പിന്നെ നേരെ തിരിച്ചിട്ട് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ആവും. ഹി ക്യാൻ ഗോ, ക്യാൻ ഹി ഗോ, ക്യാൻ ഹി ഗോ. മൂന്നാമത്തെ കാര്യം വളരെ സിമ്പിളാണ്. ഇതിനകത്ത് ക്രിയകൾക്ക് മാറ്റം വരുന്നില്ല. എപ്പോഴും ഇത് 2 ക്രിയകളാണ് വരുന്നത്. ക്യാനിന് ശേഷം ഒരു ക്രിയകൾ വരും. ആ ക്രിയ ശരിക്കും പറഞ്ഞാൽ അത് ഇൻഫിനിറ്റീവാണ്, അതിന് മാറ്റം വരുന്നില്ല. കുഡ് ഗോ, കുഡ് ഈറ്റ്, കുഡ് സ്റ്റാൻഡ്, കുഡ് സിറ്റ്, കുഡ് സ്ലീപ്പ്, കുഡ് റൺ, കുഡ് ജംപ്, കുഡ് വർക്ക്, കുഡ് റൈറ്റ്, കുഡ് ടെൽ. ഉണ്ടോ? മാറ്റം ഒന്നിനും വരുന്നില്ല. അതുപോലെ ക്യാൻ ടെൽ, ക്യാൻ ഗോ, ക്യാൻ ഈറ്റ്, ക്യാൻ സ്ലീപ്പ്, ക്യാൻ സിറ്റ്, ക്യാൻ സ്റ്റാൻഡ്. സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് ക്രിയയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല. എപ്പോഴും ഓർക്കുക, 2 ആദ്യത്തെ മോഡലായിരിക്കും, രണ്ടാമത്തത് ഒരു സാധാരണ ക്രിയ. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അത്. അപ്പം അതിന് 2നും ഒരു മാറ്റവും വരുന്നില്ല. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ, പാസ്റ്റ് ആണെങ്കിൽ കുഡ് ഗോ, കുഡ് സിറ്റ്, അങ്ങനെ. പ്രസന്റ് ആണെങ്കിൽ ക്യാൻ ഗോ, ക്യാൻ സിറ്റ്. അല്ലാതെ സബ്ജക്റ്റ് അനുസരിച്ച് മാറുന്നില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് പെർമിഷൻ വാങ്ങിക്കുന്നത് ക്വസ്റ്റ്യനാണ്. അപ്പം അത് ക്യാൻ അല്ലെ കുഡിനെ ആദ്യം ചേർത്ത് എഴുതുകയാണെങ്കിൽ അതൊരു ക്വസ്റ്റ്യനാകും, അല്ലെങ്കിൽ ഒരു പെർമിഷനാകും. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പൊളൈറ്റ്നെസ്. പൊളൈറ്റ്. യു ഷുഡ് ക്യാൻ ഐ ടേക്ക് യുവർ പെൻ, അത് നമ്മുടെ കൂട്ടുകാരോട് ചോദിക്കാം. അതേസമയം ഒരു മുതിർന്ന മനുഷ്യൻ അല്ലെങ്കിൽ നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. ഒരു ടീച്ചർ പറഞ്ഞത്, മാഡം കുഡ് ഐ ഗോ ഹോം 2 minutes early? ക്യാൻ ഐ ഗോ ഹോം 2 minutes early? അതൊരു കമാൻഡ് പോലെ. പക്ഷേ ഇതല്ല. കുഡ് ഐ, മനസ്സിലായി? Could I sit in the library? Could I go to the library? Could I borrow few books from the library? Could I attend tomorrow's class? Could I take a leave tomorrow? No. Could I get few bananas? അങ്ങനെയാണ് പറയുന്നത്. നമ്മളെപ്പോഴും പൊളൈറ്റായിട്ട് ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ, ഒരു പെർമിഷൻ ചോദിക്കണമെങ്കിൽ നമ്മൾ കുഡ് കൊണ്ട് ഒരു സെൻറ്റൻസ് തുടങ്ങുക. ഇത്രയായിട്ടും അതിൻ്റെ ഉപയോഗം മനസ്സിലായി. ഏതാണ്ട് ഇതുപോലെയാണ് ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും കൂടി നോട്ട് ചേർക്കാം. എല്ലാത്തിൻ്റെയും നമുക്ക് ഉപയോഗിക്കാം, ക്വസ്റ്റനായിട്ട് ഉപയോഗിക്കാം. എല്ലാം എപ്പോഴും ഇരട്ടയായിരിക്കും. ഇരട്ടയെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്നാ 2, അതായത് ഒരു മോഡലും ഒരു വെർബും കാണും. ഈ മോഡലിനും വെർബിനും ഒരു മാറ്റമില്ല സബ്ജക്റ്റ് അനുസരിച്ച്. ഒത്തിരി പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് എത്രയും വേഗം മോഡൽസ് അതിൻ്റെ ഉപയോഗങ്ങൾ മാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഞാൻ എൻ്റെ സെൻറ്റൻസ് ഞാൻ എഴുതിയിരിക്കുന്നുണ്ടോ. യെസ്റ്റർഡേ ഐ കുഡ് റൈറ്റ് 10 letters.
ഐ കുഡ് റോട്ടല്ല. മനസ്സിലായല്ലോ? ഈ രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്ന ക്രിയ അതുപടി ഇരിക്കും, അതിനൊരു മാറ്റവും വരികയില്ല. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇൻഫിനിറ്റീവ് ആണ്. അപ്പോൾ കുഡ് ഐ സ്പീക്ക് ടു യു സർ? വി കുഡ് മീറ്റ് എനി ടൈം. അത് പോസിബിലിറ്റിയാണ്. വി കുഡ് മീറ്റ് എനി ടൈം. കുഡ് ഐ സ്പീക്ക് ടു യു സർ? ക്യാൻ ഐ സ്പീക്ക് ടു യു സർ? തെറ്റൊന്നുമില്ല, പക്ഷെ ആ പൊളൈറ്റ്നെസ്. അതാണ് മോഡൽ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ മൂഡ്. വെറും അങ്ങോട്ട് സംസാരിക്കുമല്ല, പക്ഷെ നമ്മുടെ ആ മനസ്സിലുള്ള ചില വിചാരങ്ങളൊക്കെ ഇല്ല, അതും കൂടെ നമുക്ക് ഇതിൽ കൂടി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, പെർമിഷൻ ചോദിക്കുന്നതിനൊക്കെ. ക്ലിയർ ആണല്ലോ? സോ അടുത്ത ദിവസം നമുക്ക് മറ്റേത് ബാക്കിയുള്ള ഓരോന്നോരോന്നെടുത്ത് പഠിക്കാം. അതിന് മുമ്പ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ സെൻറ്റൻസുകളൊക്കെ ഉപയോഗിച്ച് സെൻറ്റൻസുകൾ എഴുതുക, മുറിയോട്ട് സംസാരിക്കുക. അങ്ങനെ നിങ്ങളുടെ ഫ്ലുവൻസി നിങ്ങൾക്ക് വളരെയധികം മെച്ചപ്പെടുത്താൻ പറ്റും. സോ ബൈ.